ഡിയർ സ്റ്റുഡൻസ്, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സ്പെഷ്യൽ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന 10 ക്വസ്റ്റ്യൻസാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മലയാളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിൻ്റെ തന്നെ മലയാളം ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇംഗ്ലീഷിൽ പഠിക്കുന്ന കുട്ടികൾ ഈ വീഡിയോ കാണുക. വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ എളുപ്പത്തിൽ പഠിക്കാവുന്നതും ഒരു ക്വസ്റ്റ്യനാണ്. ഹൗ ടു മാനേജ് റിസ്ക്, അക്സെപ്റ്റ് ഇറ്റ്, റെഡ്യൂസ് ഇറ്റ്, ട്രാൻസ്ഫർ ഇറ്റ്, എലിമിനേറ്റ് ഇറ്റ്. ഒന്നുകൂടി, അക്സെപ്റ്റ് ഇറ്റ്, റെഡ്യൂസ് ഇറ്റ്, ട്രാൻസ്ഫർ ഇറ്റ്, എലിമിനേറ്റ് ഇറ്റ്. പോസിബിലിറ്റി ഓഫ് ലോസ് ഈസ് കോൾഡ് റിസ്ക്. നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയ്ക്കാണ് റിസ്ക് എന്ന് പറയുന്നത്. അക്സെപ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക, റെഡ്യൂസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, ട്രാൻസ്ഫർ ഇറ്റ് എന്ന് പറഞ്ഞാൽ കൈമാറ്റം ചെയ്യുക, എലിമിനേറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. ആദ്യത്തെ പോയിൻ്റാണ് അക്സെപ്റ്റ് ഇറ്റ്. റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കണം. രണ്ടാമത്തത് റെഡ്യൂസ് ഇറ്റ്. പല മുൻകരുതലുകളും എടുത്തു കഴിഞ്ഞാൽ റിസ്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ട്രാൻസ്ഫർ ഇറ്റ് എന്ന് പറഞ്ഞാൽ കൈമാറ്റം ചെയ്യുക. ഇൻഷുറൻസ് ഒക്കെ എടുക്കുകയാണ് എങ്കിൽ നമ്മുടെ റിസ്ക് ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കും. എലിമിനേറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധാപൂർവമുള്ള പ്രവർത്തനത്താൽ ചില റിസ്കിനെ നമുക്ക് ഒഴിവാക്കി നിർത്താനായിട്ട് പറ്റും. അതാണ് ഹൗ ടു മാനേജ് റിസ്ക് എന്ന കോൺസെപ്റ്റ്. അക്സെപ്റ്റ് ഇറ്റ്, റെഡ്യൂസ് ഇറ്റ്, എലിമിനേറ്റ് ഇറ്റ്, ട്രാൻസ്ഫർ ഇറ്റ്. പഠിക്കുക. അക്സെപ്റ്റ് ഇറ്റ്, റെഡ്യൂസ് ഇറ്റ്, ട്രാൻസ്ഫർ ഇറ്റ്, എലിമിനേറ്റ് ഇറ്റ്. ഇപ്പോൾ നമ്മൾ ഹൗ ടു മാനേജ് റിസ്ക് പഠിച്ചു കഴിഞ്ഞു. അടുത്തതാണ് ലൈഫ് സ്കിൽസ്. 2 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാവുന്നതാണ് ലൈഫ് സ്കിൽസ്. അതുകൊണ്ട് ഒരു 6 പോയിൻ്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. സ്കിൽ നീഡഡ് ഫോർ സക്സസ്ഫുൾ ലൈഫാണ് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. ജീവിത വിജയത്തിന് വേണ്ടി അത്യാവശ്യം വേണ്ട കഴിവുകളാണ് ലൈഫ് സ്കിൽസ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്. ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്. ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്. ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, സെൽഫ് അവെയർനെസ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, സെൽഫ് അവെയർനെസ്. ഡിസിഷൻ മേക്കിംഗ് തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രോബ്ലം സോൾവിങ് പ്രശ്നപരിഹാരത്തിനുള്ള കഴിവ്, ക്രിയേറ്റീവ് തിങ്കിങ് ക്രിയാത്മകതയാണ്, ക്രിട്ടിക്കൽ തിങ്കിങ് വിമർശനാത്മക ചിന്തയാണ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആശയവിനിമയ ശേഷി, സെൽഫ് അവെയർനെസ് സ്വന്തമായിട്ടുള്ള അവബോധമാണ്. നമുക്ക് നോക്കാം. ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സെൽഫ് അവെയർനെസ്. ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, സെൽഫ് അവെയർനെസ്. ഹൗ ടു മാനേജ് റിസ്ക്കും പഠിച്ചു, ലൈഫ് സ്കിൽസും നമ്മൾ പഠിച്ചു. ഹൗ ടു മാനേജ് റിസ്ക് ഏതാണ്? അക്സെപ്റ്റ് ഇറ്റ്, റെഡ്യൂസ് ഇറ്റ്, എലിമിനേറ്റ് ഇറ്റ്, ട്രാൻസ്ഫർ ഇറ്റ്. ലൈഫ് സ്കിൽസ് ഏതാണ്? ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സെൽഫ് അവെയർനെസ്. ക്വസ്റ്റ്യൻ, ആറ്റിറ്റ്യൂഡ് ഓഫ് ആൻ ഓൺട്രപ്രണർ. ഒരു സംരംഭകൻ്റെ മനോഭാവം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാഷൻ ഫോർ ബിസിനസ്, ബിസിനസ് ചെയ്യാനുള്ള അതിയായ താല്പര്യം. രണ്ടാമത്തത് ഫ്ലെക്സിബിൾ, മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റം വരുന്നതിനാണ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. ടൈംലി ഡിസിഷൻ, കൃത്യസമയത്ത് തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവുണ്ടാവണം. ഈഗോ അണ്ടർ കൺട്രോൾ, അഹംഭാവം നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം. അക്സെപ്റ്റ് ക്രിറ്റിസിസം, വിമർശനങ്ങളെ അംഗീകരിക്കാൻ പഠിക്കണം. ഇതൊക്കെയാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ആൻ ഓൺട്രപ്രണർ. നമുക്ക് പഠിക്കാം. പാഷൻ ഫോർ ബിസിനസ്, ഫ്ലെക്സിബിൾ, ടൈംലി ഡിസിഷൻ. പാഷൻ ഫോർ ബിസിനസ്, ഫ്ലെക്സിബിൾ, ടൈംലി ഡിസിഷൻ. ഈഗോ അണ്ടർ കൺട്രോൾ, അക്സെപ്റ്റ് ക്രിറ്റിസിസം. പാഷൻ ഫോർ ബിസിനസ്, ഫ്ലെക്സിബിൾ, ടൈംലി ഡിസിഷൻ. ഈഗോ അണ്ടർ കൺട്രോൾ, അക്സെപ്റ്റ് ക്രിറ്റിസിസം. പാഷൻ ഫോർ ബിസിനസ്, ഫ്ലെക്സിബിൾ, ടൈംലി ഡിസിഷൻ. ഈഗോ അണ്ടർ കൺട്രോൾ, അക്സെപ്റ്റ് ക്രിറ്റിസിസം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ടിപ്സ് ഫോർ ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. നമുക്ക് ഉണ്ടാക്കി എഴുതാവുന്ന കാര്യമുള്ളൂ. എങ്ങനെയാണ് നമ്മുടെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്? പ്രിപ്പയർ വെൽ, നല്ല രീതിയിൽ തയ്യാറെടുക്കുക. രണ്ടാമത്തെ, തിങ്ക് ബിഫോർ സ്പീക്ക്, പറയുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ചിന്തിക്കുക. യൂസ് റൈറ്റ് വേർഡ്സ്, കൃത്യമായ വാക്കുകൾ ഉപയോഗിക്കുക. യൂസ് ഷോർട്ട് സെൻറ്റൻസ്, ചെറിയ വാചകങ്ങൾ ഉപയോഗിക്കുക. യൂസ് അപ്രോപ്രിയേറ്റ് വോളിയം, കൃത്യമായ വോളിയം, ശബ്ദത്തിൽ സംസാരിക്കുക. സ്പീക്ക് സ്ലോലി,
സാവകാശം സംസാരിക്കുക. എന്തൊക്കെയാണ്? പ്രിപ്പയർ വെൽ, തിങ്ക് ബിഫോർ സ്പീക്ക്, യൂസ് റൈറ്റ് വേർഡ്സ്, യൂസ് ഷോർട്ട് സെൻറ്റൻസ്. പ്രിപ്പയർ വെൽ, തിങ്ക് ബിഫോർ സ്പീക്ക്, യൂസ് റൈറ്റ് വേർഡ്സ്, യൂസ് ഷോർട്ട് സെൻറ്റൻസ്. യൂസ് അപ്രോപ്രിയേറ്റ് വോളിയം, സ്പീക്ക് സ്ലോലി. Prepare well, think before speak, use right words, use short sentence, use appropriate volume, speak slowly. ഇപ്പോൾ നമുക്ക് 4 ക്വസ്റ്റ്യനാണ് പഠിക്കാനായിട്ട് സാധിച്ചത്. ഏതൊക്കെ ക്വസ്റ്റ്യനാണ് പഠിക്കാൻ പറ്റിയതെന്ന് നിങ്ങൾ ഈ ഒരു സമയത്ത് പറഞ്ഞു നോക്കണം. ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ നോക്കരുത്. ഏത് ക്വസ്റ്റ്യനാണ് പഠിക്കാനായിട്ട് പറ്റിയത് എന്ന് പറഞ്ഞു നോക്കുക. നിങ്ങളുടെ ഓർമ്മശക്തി കൂടുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു നോക്കുക. ഹൗ ടു മാനേജ് റിസ്ക് പഠിച്ചു, ലൈഫ് സ്കിൽസ് പഠിച്ചു, ആറ്റിറ്റ്യൂഡ്സ് പഠിച്ചു, ടിപ്സ് ഫോർ ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പഠിച്ചു. സാധിക്കുമെങ്കിൽ പോയിൻ്റ് കൂടി ഒന്ന് പറഞ്ഞു നോക്കണം. ഹൗ ടു മാനേജ് റിസ്ക് എന്തായിരുന്നു? അക്സെപ്റ്റ് ഇറ്റ്, റിഡ്യൂസ് ഇറ്റ്, ട്രാൻസ്ഫർ ഇറ്റ്, എലിമിനേറ്റ് ഇറ്റ്. ലൈഫ് സ്കിൽ എന്തായിരുന്നു? ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സെൽഫ് അവെയർനെസ്. Attitude of an entrepreneur, passion for business, flexible, timely decision, ego under control, accept criticism. Tips for improving communication skill: prepare well, think before speak, use right words, use short sentence, use appropriate volume, speak slowly. The question: how business incubators help startup? നവീനമായ ബിസിനസ്സുകാർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന അത്രയും കാലഘട്ടത്തിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ് സ്ഥാപനമാണ് ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ്. അവർ നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാർട്ടപ്പിനാണ് അവർ സേവനങ്ങൾ നൽകുന്നത്. പുതിയതായിട്ട് തുടങ്ങുന്ന ബിസിനസ്സിന് വളരെയധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും, പ്രയാസങ്ങൾ നേരിടും. അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് തരുന്ന സ്ഥാപനമാണ് ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ്. നമുക്ക് നോക്കാം. ഹൗ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ഹെൽപ്പ് സ്റ്റാർട്ടപ്പ്. ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഇൻഎക്സ്പെൻസീവ് വർക്ക് പ്ലേസ്. ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഇൻഎക്സ്പെൻസീവ് വർക്ക് പ്ലേസ്. സാങ്കേതികമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ ചെലവ് കുറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സ്ഥലം നൽകുന്നുണ്ട്. അതുപോലെ ഓപ്പറേഷണൽ കോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നു. പ്രാരംഭ മൂലധനം കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നു. സീഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ പ്രാരംഭ മൂലധനം കണ്ടുപിടിക്കുന്നതിനായിട്ട് സഹായിക്കുന്നു. അക്കൗണ്ടിങ് സർവീസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് എക്സ്പെർട്ടൈസ് അഡ്വൈസൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഇൻഎക്സ്പെൻസീവ് വർക്ക് പ്ലേസ്, ഷെയർ ഓപ്പറേഷണൽ കോസ്റ്റ്. ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഇൻഎക്സ്പെൻസീവ് വർക്ക് പ്ലേസ്, ഷെയർ ഓപ്പറേഷണൽ കോസ്റ്റ്. അടുത്തത് സീഡ് ഫണ്ടിങ്, അക്കൗണ്ടിങ് സർവീസ്, മാർക്കറ്റ് എക്സ്പെർട്ടൈസ്. സീഡ് ഫണ്ടിങ്, അക്കൗണ്ടിങ് സർവീസ്, മാർക്കറ്റ് എക്സ്പെർട്ടൈസ്. ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഇൻഎക്സ്പെൻസീവ് വർക്ക് പ്ലേസ്, ഷെയർ ഓപ്പറേഷണൽ കോസ്റ്റ്, സീഡ് ഫണ്ടിങ്, അക്കൗണ്ടിങ് സർവീസ്, മാർക്കറ്റ് എക്സ്പെർട്ടൈസ്. ഇതൊക്കെയാണ് ഹൗ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ഹെൽപ്പ് സ്റ്റാർട്ടപ്പ്. അടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യനാണ്. ബെനിഫിറ്റ് ഓഫ് സോഷ്യൽ മീഡിയ ഫോർ ബിസിനസ്. ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയാസൊക്കെ നിങ്ങൾക്കറിയാം. അത് ബിസിനസ്സിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം വേഗത്തിൽ നടക്കുന്നു. ഇൻക്രീസ് സെയിൽസ് വിൽപ്പന വർദ്ധിപ്പിക്കുന്നു. ബിൽഡ് റിലേഷൻഷിപ്പ്, നല്ല സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് സഹായിക്കുന്നു. ഇൻക്രീസ് ബ്രാൻഡ് അവെയർനെസ്, ഉൽപ്പന്നത്തെക്കുറിച്ച് എല്ലാവരെയും അറിയിക്കുന്നതിന് സഹായിക്കുന്നു. കസ്റ്റമർ ഫീഡ്ബാക്ക്, ഉപഭോക്താക്കളുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നു. ഫൈൻഡ് വാട്ട് കോമ്പറ്റീറ്റേഴ്സ് ആർ ഡൂയിങ്, മത്സരിക്കുന്ന വ്യക്തികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നറിയാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ, ഇൻക്രീസ് സെയിൽസ്, ബിൽഡ് റിലേഷൻഷിപ്പ്. ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ, ഇൻക്രീസ് സെയിൽസ്, ബിൽഡ് റിലേഷൻഷിപ്പ്. ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ, ഇൻക്രീസ് സെയിൽസ്, ബിൽഡ് റിലേഷൻഷിപ്പ്. ഇൻക്രീസ് ബ്രാൻഡ് അവെയർനെസ്, കസ്റ്റമർ ഫീഡ്ബാക്ക്. ഇൻക്രീസ് ബ്രാൻഡ് അവെയർനെസ്, കസ്റ്റമർ ഫീഡ്ബാക്ക്. ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ, ഇൻക്രീസ് സെയിൽസ്, ബിൽഡ് റിലേഷൻഷിപ്പ്, ഇൻക്രീസ് ബ്രാൻഡ് അവെയർനെസ്, കസ്റ്റമർ ഫീഡ്ബാക്ക്. ഫൈൻഡ് വാട്ട് കോമ്പറ്റീറ്റേഴ്സ് ആർ ഡൂയിങ്. നോക്കാം. ചലഞ്ചസ് ഓഫ് ആൻ ഓൺട്രപ്രണർ, ഒരു സംരംഭകൻ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ. നോൺ അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ, നോൺ അവൈലബിലിറ്റി ഓഫ് ലേബർ. നോൺ അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ, നോൺ അവൈലബിലിറ്റി ഓഫ് ലേബർ.
മൂലധനത്തിൻ്റെ ലഭ്യതക്കുറവും തൊഴിലാളികളുടെ ലഭ്യതക്കുറവും, നോൺ അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റലും നോൺ അവൈലബിലിറ്റി ഓഫ് ലേബറും. ഫിയർ ഓഫ് റിസ്ക്, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. ഫിയർ ഓഫ് റിസ്ക്, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, പരാജയഭീതിയും വിദ്യാഭ്യാസക്കുറവും. ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി, ആബ്സെൻസ് ഓഫ് ടെക്നിക്കൽ നോളജ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, അതുപോലെ സാങ്കേതിക പരിജ്ഞാനം ഇല്ലായ്മ. നോൺ അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ, നോൺ അവൈലബിലിറ്റി ഓഫ് ലേബർ, ഫിയർ ഓഫ് റിസ്ക്, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി, ആബ്സെൻസ് ഓഫ് ടെക്നിക്കൽ നോളജ്. 8 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ലിമിറ്റേഷൻ ഫേസ്ഡ് ബൈ വുമൺ ഓൺട്രപ്രണേഴ്സ്. എക്സ്പ്ലനേഷനും കൂടി പഠിച്ചോണം, ഞാനിതിൽ പോയിന്റ് മാത്രമേ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. ഡിഫിക്കൽറ്റി ഫോർ റേസിംഗ് ഫണ്ട്, ലിമിറ്റഡ് മൊബിലിറ്റി, മൂലധനം കണ്ടെത്താനുള്ള പ്രയാസം, ചലന സ്വാതന്ത്ര്യക്കുറവ്. ഫാമിലി റെസ്പോൺസിബിലിറ്റി, കുടുംബ ഉത്തരവാദിത്തങ്ങൾ. സോഷ്യൽ ബാരിയർ, സാമൂഹിക തടസ്സങ്ങൾ. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്. ലോ റിസ്ക് ബെയറിംഗ് എബിലിറ്റി, റിസ്ക് ഏറ്റെടുക്കാനുള്ള കഴിവ് കുറവ്. ലോ ഡിസയർ ഫോർ അച്ചീവ്മെൻറ്റ്, നേട്ടമുണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ അഭിലാഷത്തിൻ്റെ കുറവ്. ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയ ഭീതി. നമുക്ക് നോക്കാം. ഡിഫിക്കൽറ്റി ഫോർ റൈസിംഗ് ഫണ്ട്, ലിമിറ്റഡ് മൊബിലിറ്റി, ഫാമിലി റെസ്പോൺസിബിലിറ്റി. ഡിഫിക്കൽറ്റി ഫോർ റൈസിംഗ് ഫണ്ട്, ലിമിറ്റഡ് മൊബിലിറ്റി, ഫാമിലി റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ ബാരിയർ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. സോഷ്യൽ ബാരിയർ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. സോഷ്യൽ ബാരിയർ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. ലോ റിസ്ക് ബിയറിംഗ് എബിലിറ്റി, ലോ ഡിസയർ ഫോർ അച്ചീവ്മെൻറ്റ്. ലോ റിസ്ക് ബിയറിംഗ് എബിലിറ്റി, ലോ ഡിസയർ ഫോർ അച്ചീവ്മെൻറ്റ്. ഫിയർ ഓഫ് ഫെയിലിയർ, ഫിയർ ഓഫ് ഫെയിലിയർ. ഡിഫിക്കൽറ്റി ഫോർ റൈസിംഗ് ഫണ്ട്, ലിമിറ്റഡ് മൊബിലിറ്റി, ഫാമിലി റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ ബാരിയർ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, ലോ റിസ്ക് ബെയറിംഗ് എബിലിറ്റി, ലോ ഡിസയർ ഫോർ അച്ചീവ്മെൻറ്റ്, ഫിയർ ഓഫ് ഫെയിലിയർ. അടുത്ത ക്വസ്റ്റ്യനാണ് ക്വാളിറ്റീസ് ഓഫ് ആൻ ഓൺട്രപ്രണർ. എപ്പോഴും നമ്മൾ പറയാറുള്ള ക്വസ്റ്റ്യനാണ്. ഹാർഡ് വർക്ക്, സെൽഫ് കോൺഫിഡൻസ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം, സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം, പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ പ്രശ്നപരിഹാര ശേഷിയാണ്, ഡിസിഷൻ മേക്കിംഗ് തീരുമാനമെടുക്കാനുള്ള കഴിവ്, ക്രിയേറ്റിവിറ്റി ക്രിയാത്മകത, കൺസേൺ ഫോർ ക്വാളിറ്റി ഗുണമേന്മയിൽ ശ്രദ്ധ, ഒപ്റ്റിമിസ്റ്റിക് ശുഭാപ്തി വിശ്വാസമാണ്, ഫോർസൈറ്റ് ദീർഘവീക്ഷണമാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഹാർഡ് വർക്ക്, സെൽഫ് കോൺഫിഡൻസ്, ഹാർഡ് വർക്ക്, സെൽഫ് കോൺഫിഡൻസ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ക്രിയേറ്റിവിറ്റി, കൺസേൺ ഫോർ ക്വാളിറ്റി. ഹാർഡ് വർക്ക്, സെൽഫ് കോൺഫിഡൻസ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ക്രിയേറ്റിവിറ്റി, കൺസേൺ ഫോർ ക്വാളിറ്റി. ഒപ്റ്റിമിസ്റ്റിക്, ഫോർസൈറ്റ്, ഒപ്റ്റിമിസ്റ്റിക്, ഫോർസൈറ്റ്. ഹാർഡ് വർക്ക്, സെൽഫ് കോൺഫിഡൻസ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ക്രിയേറ്റിവിറ്റി, കൺസേൺ ഫോർ ക്വാളിറ്റി, ഒപ്റ്റിമിസ്റ്റിക്, ഫോർസൈറ്റ്. അടുത്തതാണ് ഓൺട്രപ്രണീറിയൽ കോമ്പീറ്റൻസി. ഒരു സംരംഭകന് വേണ്ട കാര്യശേഷികൾ എന്തൊക്കെയാണ്? ഡിസിഷൻ മേക്കിംഗ് കോമ്പീറ്റൻസി, പ്രോബ്ലം സോൾവിങ് കോമ്പീറ്റൻസി, ഡിസിഷൻ മേക്കിംഗ് കോമ്പീറ്റൻസി, പ്രോബ്ലം സോൾവിങ് കോമ്പീറ്റൻസി, റിസ്ക് ബിയറിംഗ് കോമ്പീറ്റൻസി, ലീഡർഷിപ്പ് കോമ്പീറ്റൻസി. തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രശ്നപരിഹാരത്തിനുള്ള കഴിവ്, റിസ്ക് ഏറ്റെടുക്കാനുള്ള കഴിവ്, നേതൃത്വ പാടവം. കമ്മ്യൂണിക്കേഷൻ കോമ്പീറ്റൻസി, കോമ്പീറ്റൻസി ഇൻ ഡീൽസ് വിത്ത് കസ്റ്റമർ, കോമ്പീറ്റൻസി ഇൻ ഡിസ്ചാർജിങ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ആശയവിനിമയത്തിനുള്ള കഴിവുണ്ടാവണം, അതുപോലെ ഉപഭോക്താക്കളുമായിട്ട് ഇടപഴകാനുള്ള കഴിവുണ്ടാവണം, സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള കഴിവുണ്ടാവണം. അപ്പോൾ എന്തൊക്കെയാണ് ഓൺട്രപ്രണീറിയൽ കോമ്പീറ്റൻസി? ഡിസിഷൻ മേക്കിംഗ് കോമ്പീറ്റൻസി, പ്രോബ്ലം സോൾവിങ് കോമ്പീറ്റൻസി, റിസ്ക് ബെയറിംഗ് കോമ്പീറ്റൻസി. ലീഡർഷിപ്പ് കോമ്പീറ്റൻസി, കമ്മ്യൂണിക്കേഷൻ കോമ്പീറ്റൻസി, കോമ്പീറ്റൻസി ഇൻ ഡീൽസ് വിത്ത് കസ്റ്റമർ, കോമ്പീറ്റൻസി ഇൻ ഡിസ്ചാർജിങ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. ഓരോ ക്വസ്റ്റ്യനും പഠിച്ചിട്ട് വേണം അടുത്ത സ്ലൈഡിലേക്ക് പോകാൻ. അതുപോലെ ഓരോ സ്ലൈഡും കഴിയുമ്പോൾ അതുവരെയും പഠിച്ചിരുന്ന കാര്യങ്ങൾ പറഞ്ഞുകൂടി നോക്കിയാൽ നിങ്ങൾ ഒരിക്കലും ഇത് മറക്കുകയില്ല. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ഹൗ ടു മാനേജ് റിസ്ക്, അക്സെപ്റ്റ് ഇറ്റ്, റെഡ്യൂസ് ഇറ്റ്, ട്രാൻസ്ഫർ ഇറ്റ്, എലിമിനേറ്റ് ഇറ്റ്. ലൈഫ് സ്കിൽസ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സെൽഫ് അവെയർനെസ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ആൻ ഓൺട്രപ്രണർ, പാഷൻ ഫോർ ബിസിനസ്, ഫ്ലെക്സിബിൾ, ടൈംലി ഡിസിഷൻ, ഈഗോ അണ്ടർ കൺട്രോൾ, അക്സെപ്റ്റ് ക്രിറ്റിസിസം. ടിപ്സ് ഫോർ ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്,
Prepare well, think before speak, use right words, use short sentence, use appropriate volume, speak slowly. How business incubators help startup? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ടെക്നിക്കൽ അസിസ്റ്റൻസ് ഇൻ എക്സ്പെൻസീവ് വർക്ക് പ്ലേസ്, ഷെയർ ഓപ്പറേഷണൽ കോസ്റ്റ്, സീഡ് ഫണ്ടിംഗ്, അക്കൗണ്ടിംഗ് സർവീസ്, മാർക്കറ്റിംഗ് എക്സ്പെർട്ടൈസ്. അടുത്ത ക്വസ്റ്റ്യൻ. ബെനിഫിറ്റ് ഓഫ് സോഷ്യൽ മീഡിയ ഫോർ ബിസിനസ്. ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ, ഇൻക്രീസ് സെയിൽസ്, ബിൽഡ് റിലേഷൻഷിപ്പ്, ഇൻക്രീസ് ബ്രാൻഡ് അവെയർനെസ്, കസ്റ്റമർ ഫീഡ്ബാക്ക്, വാട്ട് കോമ്പറ്റീറ്റേഴ്സ് ആർ ഡൂയിങ്. ചലഞ്ചസ് ഓഫ് ഓൺടർപ്രണർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ. നോൺ അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ, നോൺ അവൈലബിലിറ്റി ഓഫ് ലേബർ, ഫിയർ ഓഫ് റിസ്ക്, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, ആബ്സെൻസ് ഓഫ് ടെക്നിക്കൽ നോ ഹൗ അല്ലെങ്കിൽ നോളജ്. ലിമിറ്റേഷൻ ഫേസ്ഡ് ബൈ വുമൺ ഓൺടർപ്രണർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫിക്കൽറ്റി ഫോർ റേസിംഗ് ഫണ്ട്, ലിമിറ്റഡ് മൊബിലിറ്റി, ഫാമിലി റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ ബാരിയർ, lack of education, low risk bearing ability, low desire for achievement, fear of failure. Qualities of an entrepreneur: hard work, self confidence, problem solving, decision making, creativity, concern for quality, optimistic, foresight. Entrepreneurial competency: decision making competency, problem solving competency, risk bearing competency, leadership competency, communication competency, competency in deals with the customer, competency in discharging social responsibilities. ഓരോ ക്വസ്റ്റ്യനും എഴുതിയെടുത്തതിന് ശേഷം പഠിക്കുക. പഠിച്ചിട്ട് അടുത്ത വീഡിയോയിലേക്ക് പോവുക. അടുത്ത വീഡിയോയും ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.